Okay, good morning. Today we'll start our class. Today we'll see shift registers. So in sequential circuits, last few days we were discussing about flip-flops, which are the basic building blocks of sequential circuits. Flip-flops can store, one flip-flop can store a single bit of information. That means it can store either a binary 0 or a binary 1. Then we have seen how flip-flops can be converted from one type to another type also. Today we will see one application of flip-flops or how flip-flops is used to store data, used to store a nibble, used to store a byte, etc. When flip-flops are used to store such group of binary information, they are known as registers. You will be familiar with the term register because in your microprocessor sessions and even in your computers, you will be specifying about some register word length and all. So today we will see the application of flip-flops. It is in registers. Okay, we'll go to our presentation. So this is our presentation. This is basic shift register function we'll see. Then we'll see the type of flip-flops like serial in, serial out, serial in, parallel out, parallel in, serial out, parallel in, parallel out, and bidirectional flip-flops. So next, before going to shift register, we'll see what's a register. A register is a collection of two or more D flip-flops with a common clock. Excuse me, I'll come in 1 minute. Sorry, because അതൊരു അർജന്റ് കോൾ ആയിരുന്നതുകൊണ്ട് എനിക്ക് എടുക്കണമായിരുന്നതാണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സ് എ കളക്ഷൻ ഓഫ് ടു ഓർ മോർ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് വിത്ത് എ കോമൺ ക്ലോക്ക് ആണ്. ഇപ്പം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർക്കുന്നുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഇപ്പൊ 0 സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡി എന്ന് പറയുന്ന ഇൻപുട്ടിൽ ഒരു ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇപ്പം 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്സിലും ഡേറ്റ പാരലായിട്ട് ഇൻപുട്ട് ചെയ്യുക. നോക്കൂ, ക്ലോക്ക് എന്നിട്ട് ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്, സൈമൾട്ടേനിയസ് ക്ലോക്ക്. ഓക്കെ, രജിസ്റ്റേഴ്സിൽ എപ്പോഴും അങ്ങനെയാണ്, സൈമൾട്ടേനിയസ് വിത്ത് എ കോമൺ ക്ലോക്ക്, സൈമൾട്ടേനിയസ്ലി ക്ലോക്ക് കൊടുക്കും. ഓരോ ക്ലോക്കിന്റെ ആ ടിക്കിലും 1 ടിക്ക് ഓഫ് ദ ക്ലോക്ക് എന്ന് വെച്ചാൽ എല്ലാ രജിസ്റ്റേഴ്സും ഒരേപോലെ ഇൻപുട്ടിന് റെസ്പോണ്ട് ചെയ്യണം. അതിനാണ് ഒരേപോലെ ക്ലോക്ക് കൊടുത്തിട്ട്, അപ്പോൾ ഇൻപുട്ടിൽ ഇപ്പം നമുക്ക് സപ്പോസ് 1001 നമുക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ 1,
ഇൻപുട്ട് 2 എന്ന് പറയുന്നതിൽ 0, ഇൻപുട്ട് 3ൽ 0, ഇൻപുട്ട് 4ൽ 1 അങ്ങനെ വെക്കും. അപ്പോൾ 1 0 0 1 എന്നിട്ട് ഒറ്റ ക്ലോക്ക് കൊണ്ട് അപ്പോൾ ഡേറ്റ സ്റ്റോർ ആയി. അപ്പോൾ ഇൻപുട്ട് 1 ഉള്ള ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ആ ഇൻപുട്ട് 1 കൊടുത്ത ആ 1 ആയിരിക്കും ഇവിടെ വരിക. ഇൻപുട്ട് 2ൽ നമ്മൾ 0 കൊടുത്തുകൊണ്ട് ഔട്ട് 2ൽ ഫസ്റ്റ് ക്ലോക്ക് കഴിയുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇൻപുട്ട് 3ൽ നമ്മൾ എന്താണോ ഡേറ്റ കൊടുത്തത് 1001 ആണെങ്കിൽ ഇവിടെ 0, അപ്പോൾ ഔട്ട് 3ൽ ആ ഡേറ്റ വന്നു. പിന്നെ ഇൻപുട്ട് 4ൽ നമ്മൾ 1 കൊടുത്താൽ ആ ഡേറ്റ വരും. അപ്പോൾ ഇതാണ് ഒരു രജിസ്റ്ററിന്റെ ഫംഗ്ഷൻ. എ കളക്ഷൻ ഓഫ് 2 or more D flip-flops with a common clock can be taken as a register. മിനിമം 2, കാരണം ഒരു സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയി മാറിപ്പോകും. ഈവൻ ദോ ഇറ്റ് ക്യാൻ സ്റ്റോർ എ സിംഗിൾ ബിറ്റ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് എങ്കിലും അറേഞ്ച് ചെയ്തിട്ടുള്ള ആ കോമ്പിനേഷനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുക. Registers are often used to store collection of related bits. Then what is a shift register? Shift register is a register that stores input values in sequence. At each clock tick, the values stored are shifted from one flip-flop to the adjacent. ഇവിടെ പാരലൽ ഇൻ ചെയ്തു, പാരലൽ ഔട്ട് മീൻസ് ഇൻ ചെയ്തു ഔട്ട്, അതുകൊണ്ട് അടുത്തതിലേക്ക് പോയില്ല. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്യുന്നെങ്കിൽ നോക്കൂ, ഒന്നിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ഇൻപുട്ടായി, പിന്നെ അങ്ങനെ. സോ ദിസ് ഇസ് എ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. കാരണം ഡേറ്റ നമ്മൾ സീരിയലി ഇൻപുട്ട് ചെയ്യും. ആൻഡ് ആഫ്റ്റർ സോ മെനി ക്ലോക്ക് പൾസസ് the data will be serially outputted. So it's a register that stores input values in sequence. At each clock tick, the values stored are shifted from one flip-flop to the adjacent. So like this, it will shift. Okay. Serial in, serial out. Then the basic shift register functions. So a register is a digital circuit with basic function data storage and data movement. ഇവിടെ നമ്മൾ ഡേറ്റ സ്റ്റോറേജ് മാത്രമാണ് പറഞ്ഞത്, ഇവിടെ ഡേറ്റ മൂവ്മെന്റും പോസിബിൾ ആണ്. So that is a register. The storage capacity of a register is the total number of bits it can retain. Shift registers consist of an arrangement of flip-flops. Each flip-flop in a shift register represents 1 bit of storage capacity. The shifting capacity permits the movement of the data from stage to stage within the register or into or out of the register upon application of clock pulse. ഇതൊക്കെ നമ്മൾ ഇതെന്താണ് ഇതിൽ പറഞ്ഞതെന്നുള്ളത് നമ്മൾ അത് തന്നെയാണ് നമ്മൾ ഇനി വരുന്ന രജിസ്റ്റേഴ്സിൽ കാണുന്നത്. ഷിഫ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഡേറ്റ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് മറ്റതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്നുകിൽ ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിനൊപ്പം തന്നെ ഡേറ്റ ഔട്ട്പുട്ടിലേക്ക് എടുക്കുകയും ചെയ്യാം ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത്. The basic difference between a register and a counter, ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അനദർ ആപ്ലിക്കേഷൻ ആണ് കൗണ്ടർ. അപ്പം അത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ കൗണ്ടറും നിങ്ങൾ ഇതേ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. The basic difference between a register and a counter is that a register has no specified sequence of states except in certain very specialized application. A register is used solely for storing and shifting data. So register used for storing and shifting data. Then the first type of shift register is, what is the first type of shift register? Serial in, serial out shift register. So we'll see serial in, serial out shift register. Suppose we are using 4 flip-flops arranged serially. Serial in, serial out means data serially inputted, data serially outputted. So it accepts data serially 1 bit at a time on a single line and produces the sorted information on its output also in serial form. So ഒരു 4-bit serial in, serial out shift register എങ്ങനെ ഇരിക്കും എന്നാണ് ഈ ലോജിക് ഡയഗ്രം കാണിക്കുന്നത്. 4-bit serial in. So this is the diagram of 4-bit serial in, serial out
shift register. It needs 4 clock pulses to store 4 bits. എന്തുകൊണ്ടാ? സീരിയലി ആണ് ഇൻപുട്ട് ചെയ്യുന്നത്. സൈമൾട്ടേനിയസ് ക്ലോക്ക് ആണെങ്കിൽ അപ്പൊ നമുക്ക് 1010 ആണ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, റിമെമ്പർ ദ ഡേറ്റ 1010. സി, നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നത് ദാ ഫ്ലിപ്പ് ഫ്ലോപ്പ് 0ന്റെ ഡി ഇൻപുട്ടിലാണ്. ഡേറ്റ ഔട്ട്പുട്ട് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് 3യുടെ Q3 ഔട്ട്പുട്ട് ചെയ്യുന്നതാണ്. സോ ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്ന പോയിന്റ് നോക്കൂ, ഫ്ലിപ്പ് ഫ്ലോപ്പ് 0ന്റെ ഡി ഇൻപുട്ടിലും ഡേറ്റ ഔട്ട്പുട്ട് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫൈനൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q3നുമാണ്. സോ വൺ സീറോ ആണെങ്കിൽ സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കിട്ടുമ്പോൾ ഈവൻ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും ഇനിഷ്യലി ക്ലിയർഡ് ആണ് എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഡേറ്റ ഒന്നുമില്ല എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇനിഷ്യലി 0 0 0 0. ദാറ്റ് മീൻസ് Q3 0, Q2 0, Q1 0, Q0 0. അതാണ് ഇനിഷ്യലി. ദെൻ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ ഇവിടെ റെഡിയാണ്. ഫസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ 1010യുടെ ഫസ്റ്റ് ഡേറ്റ സപ്പോസ് 1 ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. 1010 അങ്ങനെ തന്നെയാണ്. ഡേറ്റ ക്യാൻ ബി ഇൻപുട്ടഡ് ഇൻ ബോത്ത് വേസ്. ലൈക്ക് ഇതാണ് 4 ബിറ്റ് ഇൻഫർമേഷൻ. ഇവിടെ ഇപ്പോൾ ഇത് Q3 എന്ന് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന്റെ Q3 ആദ്യം ഇൻപുട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചത്. സോ ഫസ്റ്റ് ഈ 1 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ഡ്യൂറിങ് ദ ഫസ്റ്റ് ക്ലോക്ക് ടിക്ക് Q0 ബിക്കംസ് 1. ഈ 1 മാത്രമേ ഇവിടെയുള്ളൂ, Q0. കാരണം Q1 അപ്പോൾ ഡേറ്റ കിട്ടിയത് പ്രീവിയസ്ലി Q00 ആയിരുന്നല്ലോ, ആ ഡേറ്റ ആണ്. അതുകൊണ്ട് Q1 0 ആയിരിക്കും. Q2 കിട്ടിയത് Q1 ആണ്. Q1 ഇനീഷ്യലി 0 ആണ്. Q2 എന്ന് പറയുന്നത് Q2 ഫസ്റ്റ് ക്ലോക്കിന് Q2ന്റെ ഇൻപുട്ട് എന്തായിരുന്നു? ഈ ഡിയിൽ വരുന്നത് Q1 വിച്ച് ഇസ് 0. കാരണം ഇനീഷ്യലി Q0, Q1, Q2, Q3 0 ആണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലോക്ക്, കാരണം Q0 ഈസ് ദ ഡി ഇൻപുട്ട് ഓഫ് Q1. ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ന്റെ ഇൻപുട്ട് Q0 ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് 2ന്റെ ഇൻപുട്ട് Q1 ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് 3യുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് Q2 ആണ്. റൈറ്റ്? അപ്പോൾ സീരിയലായിട്ട് നമ്മൾ എക്സ്റ്റേണലി ഡേറ്റ കൊടുക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് 0ക്കാണ്. അതുപോലെ എക്സ്റ്റേണൽ ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്പ് 3ക്കും ആണ്. സോ 1010 So 1010 is our data in നോക്കൂ, ഞാനൊരു 2-3 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ. ഞാൻ ആ സ്ലൈഡ് വെച്ചിട്ട് പോകാം. നിങ്ങൾ ആ ഫിഗർ ഒന്ന് വരച്ചെടുക്കട്ടെ.
ഹലോ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് തന്നെ എൻ്റെ അച്ഛൻ്റെ ബ്രദർ ചേട്ടൻ മരിച്ചു എന്നുള്ള മെസ്സേജാണ് നേരത്തെ വന്നത്. അത് കാരണം ഞാൻ ക്ലാസ് തുടങ്ങിയെങ്കിലും എനിക്ക് എടുക്കാൻ യാതൊരു സുഖമില്ല. എനിവേ തുടങ്ങിയില്ല, അതുകൊണ്ട് ഞാൻ 12:15 വരെ എടുക്കാം. ഓക്കെ. Okay, serial in, serial out shift register. It data inputted serially and data is collected serially out. So serial shifting, it is first clock pulse 1010 ആണ് നമ്മുടെ ഡേറ്റ ഇൻപുട്ട് എങ്കിൽ ഫസ്റ്റ് ക്ലോക്കിൽ ആ 1 ഫസ്റ്റ് 1010 MSB പൊസിഷനിൽ 1 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ആ 1 ഫസ്റ്റ് ക്ലോക്ക് കഴിയുമ്പോൾ Q0 ആ 1 വരും. Q0 ആ 1, Q1 Q2 Q3 എല്ലാം അപ്പോഴും 0 ആയിരിക്കും. ബിക്കോസ് പ്രീവിയസ് ഇവിടെ അതിന് മുമ്പ് ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ എന്താണോ ഡിയിൽ ഉണ്ടായിരുന്നത് അതാണ് ഔട്ട്പുട്ടിലേക്ക് വരിക. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് 0ക്കാണ് ഡി ഇൻപുട്ട് 1, ബാക്കി ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ന് 0 ആയിരുന്നു. ബിക്കോസ് ഇനീഷ്യലി ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ക്ലിയർ. സോ ഫസ്റ്റ് ക്ലോക്ക് ഇവിടെ നോക്കൂ, ക്ലോക്ക് സൈമൾട്ടേനിയസ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ ഡിക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ന് 0 ഇൻപുട്ടാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2വിന് 0 ഇൻപുട്ടാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3ക്ക് 0 ഇൻപുട്ടാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് 0ന് മാത്രമാണ് ഈ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന 1 എന്ന ഇൻപുട്ട് ഉള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് ക്ലോക്ക് കഴിയുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് Q0 1 ആവും, Q1 Q2 Q3 സ്റ്റിൽ അറ്റ് 0. ഇനി സെക്കൻഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ ഈ 1 Q0 നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്ത 1, ആ 1 ഇപ്പോൾ Q0 സോ ആ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ന്റെ ഇൻപുട്ടായിട്ട് ആ 1 ഉണ്ട്. അതുകൊണ്ട് ആ 1 ഇങ്ങോട്ടേക്ക് പോകും. സോ ആഫ്റ്റർ സെക്കൻഡ് ക്ലോക്ക് ദ കണ്ടീഷൻ ഈസ് Q3 0, Q2 0, Q1 1, Q0 0, right? So after second clock the condition is Q3 0, Q2 0, Q1 1 because initially 1 and Q0 0. Then in third clock this 101 ആ 1 ഇൻപുട്ട് ചെയ്യും രജിസ്റ്ററിലേക്ക്. അപ്പോഴാണ് ആ 1 പ്രവേശിക്കുക. So after the third clock the condition is Q3 0, Q2 1, Q1 0, Q0 1. After the clock, fourth clock pulse, this one comes in Q3. Q3 1 now. After the clock, fourth clock pulse, 1, Q3 1, Q2 0, Q1 1, Q0 1. So 1 0 1 0. The complete data will be inputted to the register after 4 clock pulses. So this is how data is serially inputted to the flip-flops. അത്രേ ഉള്ളൂ. Serial out ഇനി പറയണം. Okay. അപ്പോൾ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ സീരിയലി ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. 4 ക്ലോക്ക് പൾസ് എടുത്തിട്ടാണ് ഒരു 4-bit ഡേറ്റ ഇൻപുട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻപുട്ട് ആയത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്പുട്ട് ആവണമെങ്കിൽ എത്ര ക്ലോക്ക് പൾസും കൂടെ വേണം? അപ്പോൾ 4th ക്ലോക്ക് പൾസിൽ 4 ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലും സ്റ്റോർ ആയി. അപ്പോൾ ഇവിടെ 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3ൽ 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2ൽ 0, ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ൽ 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 0ൽ 0. സോ അങ്ങനെ 4 എണ്ണത്തിലും സ്റ്റോർ ആയിരിക്കുകയാണ്. അതേസമയം സ്റ്റോർ ആയിരിക്കുന്ന ആൻഡ് ദ സെയിം ഇൻസ്റ്റന്റ് Q3 will get Q3 as 1.
സ്റ്റോർ ആയി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ അത് വന്നു. Q3 അപ്പോൾ 1 വന്നു. അപ്പോൾ 4 ക്ലോക്ക് പൾസ് കഴിയുമ്പോഴാണ് ഡേറ്റ സീരിയലി ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. സീരിയലി ഡേറ്റ ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നത് 4 ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ, ബിക്കോസ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉള്ളത്. ഇനി അപ്പോൾ 4ാമത്തെ ക്ലോക്ക് പൾസിൽ ഈ ഡേറ്റ ഫസ്റ്റ് ഇൻപുട്ട് ചെയ്ത 1 നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. ഇനി ഒരു ക്ലോക്കും കൂടെ കൊടുക്കുമ്പോൾ ഡേറ്റ ഇതുപോലെ ഒന്ന് റൈറ്റിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്താ, 2-ലുണ്ടായിരുന്ന 3-ലേക്ക് പോകും, 1-ലുണ്ടായിരുന്ന 2-ലേക്ക് പോകും, 0-ലുണ്ടായിരുന്നത് 1-ലേക്ക് പോകും. സോ ഡേറ്റ വിൽ ബി ഷിഫ്റ്റഡ് ടു ദ റൈറ്റ് ബൈ 1 bit in 1 clock pulse. അപ്പോൾ ഇനി വീണ്ടും ഒരു അടുത്ത 5th ക്ലോക്ക് പൾസിൽ അടുത്ത ബിറ്റ് ഈ 0 ബിറ്റ് ഔട്ട്പുട്ട് വരും. Q3 ആയിട്ട് 0 ബിറ്റ് വരും. 6th ക്ലോക്ക് പൾസിൽ ഇതായിട്ട് Q3 ആയിട്ട് ഇത് വരും, ഈ 1 വരും. 7th ക്ലോക്കിൽ ഈ 0 വരും. 8th ക്ലോക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് ഡേറ്റ മുഴുവൻ ഔട്ട്പുട്ടായി വീണ്ടും ഇഫ് നത്തിങ് ഈസ് ഗിവൺ all the flip flops will be cleared. So this is the function of a serial in, serial out shift register. Hope you have drawn this circuit. ഈ സർക്യൂട്ട് വരച്ചെടുത്താൽ ഇനി ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കണം. ടൈമിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് 5 ബിറ്റിനാണ്. നിങ്ങൾ ഇത് വരയ്ക്കേണ്ട, നിങ്ങൾ ആ 4 ബിറ്റിന് തന്നെ വരച്ചാൽ മതി. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഡ്രോ എ ക്ലോക്ക് സിഗ്നൽ ലൈക്ക് ദിസ്, ദെൻ ഡേറ്റ ഇൻപുട്ട് ലൈക്ക് ദിസ്. ഡേറ്റ ഇൻപുട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 10 10 ആണ്. ഇനി Q0, Q1, Q2, Q3 അതാണ് ഇവിടുത്തെ അതുപോലെ വരയ്ക്കണം. സോ എ ടൈമിംഗ് ഡയഗ്രാം ഓൾസോ യു ഹാവ് ടു ഡ്രോ. ഒന്ന് വരയ്ക്കൂ. ഇത് 5 ബിറ്റ് ആണ്, ഇത് നിങ്ങൾ വരയ്ക്കേണ്ട. 4 ബിറ്റിന് വരച്ചാൽ ക്ലോക്ക് ഇങ്ങനെ വരയ്ക്കൂ. കാരണം ഇവിടെയും കാണിച്ചിരിക്കുന്നത് നോക്കൂ, ഈ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ട്രാൻസിഷൻ ഓഫ് ദ ക്ലോക്കിലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നത്. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് കണ്ടോ ഈ പോസിറ്റീവ് എഡ്ജസിലാണ് ചേഞ്ച് ആവുന്നത് എന്ന് അനുസരിച്ച് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് സെയിം എക്സാമ്പിൾ കാണിക്കാതെ വേറെ 5 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ വരച്ചു എന്നല്ല, ഇവിടുത്തെ ഡേറ്റയും ഡിഫറെന്റ് ആണ്. 11010 ആണ് 5 ബിറ്റ് ഡേറ്റ. 11010 നോക്കൂ, ഡേറ്റ ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ക്ലോക്ക് അല്ല, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ രണ്ടിന്റെ ടൈമിംഗ് ഡിഫറെന്റ് ആയിട്ട് കാണിച്ച്. ഈവൻ ദോ ദ ഡേറ്റ ഈസ് ചേഞ്ചിങ്, ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഡേറ്റ കയറുന്നതും ഇറങ്ങുന്നതും ക്ലോക്കിനനുസരിച്ചാണ്, ഇൻ സിങ്ക്രണിസം വിത്ത് ദ ക്ലോക്ക് ആണ്. നോക്കൂ, സോ അപ്പോൾ ഇനിഷ്യലി ദിസ് ഇസ് ഓൾസോ എ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് രജിസ്റ്റർ, ബട്ട് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ, ദിസ് ഇസ് എ 4 ബിറ്റ് രജിസ്റ്റർ ആൻഡ് ദിസ് ഇസ് എ 5 ബിറ്റ് രജിസ്റ്റർ, except that the functioning is same, serial in, serial out. So first clock Q0, this is, so 5 flip flops are used here. First Q0 because D input, ഈ ഡേറ്റ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം ഇവിടെയാണ് കൊടുക്കുന്നത്. ബാക്കി കണ്ടോ ഇങ്ങനെയാണ്, സീരിയലി ആണ് കണക്ഷൻ എന്ന് വെച്ചാൽ ഒന്നിന്റെ ഔട്ട്പുട്ട് ആണ് അടുത്തതിന്റെ ഇൻപുട്ട്, ഇതിന്റെ ഔട്ട്പുട്ട് അടുത്തതിന്റെ ഇൻപുട്ട്, അങ്ങനെ. സോ Q0 എന്ന് പറയുന്നത് കണ്ടോ, ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ അതിന്റെ ഇൻപുട്ടിൽ എന്താണ് 1 ആയിരുന്നു, അതുകൊണ്ട് Q0 1 ആയി. അടുത്ത ക്ലോക്ക് വരുമ്പോൾ ക്ലോക്ക് എല്ലാത്തിനും ഒരുപോലെയാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കാര്യം മാത്രം പറയുകയാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് 0ന്റെ കാര്യം. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ചേഞ്ച് ആവുന്നു, അതിന്റെ ഇൻപുട്ടിനെ നോക്കിയിട്ടാണ് അതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഓരോ ക്ലോക്ക് പൾസിലും അതിന്റെ ഇൻപുട്ട് എന്താണോ എന്നത് നോക്കുക, അതനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആവും. നോക്കൂ, ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ ആക്റ്റീവ് ക്ലോക്ക് എഡ്ജ് ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ്, സോ ആക്റ്റീവ് ക്ലോക്ക് എഡ്ജ് പോസിറ്റീവ് ആണ്. സോ ഇവിടെ വരുമ്പോൾ നോക്കുമ്പോൾ ഡേറ്റ 1, സോ അതിന്റെ ഔട്ട്പുട്ട് 1 ആയി. അടുത്ത ക്ലോക്ക് ഇവിടെ എത്തുമ്പോൾ അടുത്ത ക്ലോക്ക് വന്നു, അപ്പോഴും ഡേറ്റ 1. ഈ ഇടയിലുള്ള ഡേറ്റ ചേഞ്ച് ഒന്നും അത് ഈ ഇൻസ്റ്റന്റ് മൈൻഡ് ചെയ്യില്ല. അടുത്ത അതിന് ആക്റ്റീവ് ക്ലോക്ക് വരുമ്പോഴേ അത് ഇൻപുട്ടിനെ സ്കാൻ ചെയ്ത് നോക്കും, ഇൻപുട്ട് എന്താന്ന് നോക്കും. അടുത്ത ആക്റ്റീവ് ക്ലോക്കിൽ എന്ത് വന്നു, ഇവിടെ നോക്കൂ, അടുത്ത ആക്റ്റീവ് ക്ലോക്കിൽ അതിന്റെ ഇൻപുട്ട് 0 ആയി, അതുകൊണ്ട് അതിന്റെ ഔട്ട്പുട്ട് 0യിൽ പോകും. അടുത്ത ആക്റ്റീവ് ക്ലോക്കിൽ അതിന്റെ ഇൻപുട്ട് നോക്കുമ്പോൾ ഇൻപുട്ട് 1 ആണ്, സോ ഔട്ട്പുട്ട് 1ലേക്ക് പോയി. അടുത്ത ആക്റ്റീവ് ക്ലോക്ക് വരുമ്പോൾ നോക്കുമ്പോൾ ഇൻപുട്ട് 0യിലേക്ക് പോയിരിക്കുന്നു, അപ്പോൾ ഇൻപുട്ട് 0. അപ്പോൾ ഓരോ ആക്റ്റീവ് ക്ലോക്കിലും എന്താണോ ഇൻപുട്ട് അതനുസരിച്ച് ആണ് ഔട്ട്പുട്ട് മാറുന്നത്. സോ ദിസ് ഇസ് Q0. ദെൻ അബൌട്ട് Q1, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 എന്ത് ചെയ്യും, ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 ആണെങ്കിൽ അതിന്
ആക്റ്റീവ് ക്ലോക്ക് ഇത് തന്നെയാണ്. ഈ ക്ലോക്ക് വരുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 നോക്കുമ്പോൾ അതിന്റെ ഇൻപുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ന്റെ ഇൻപുട്ട് എന്താ Q0, അതിന്റെ ഇൻപുട്ട് 0 ആണ്. സോ അത് 0യിൽ തന്നെ നിൽക്കുന്നു. അടുത്ത ക്ലോക്ക് വരുമ്പോൾ നോക്കുമ്പോൾ അതിന്റെ ഇൻപുട്ട് എന്താ Q0. Q0 ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ന്റെ ഇൻപുട്ട്, അത് 1ലേക്ക് പോയി. അതുകൊണ്ട് Q1 ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ന്റെ ഔട്ട്പുട്ട് 1ലേക്ക് പോയി. പിന്നെ അടുത്ത ക്ലോക്ക് ഇതല്ലേ, അടുത്ത ക്ലോക്ക് വരുമ്പോൾ നോക്കുമ്പോൾ അത് എന്താണ്, അടുത്ത ക്ലോക്ക് വരുമ്പോൾ ഈ ഇൻസ്റ്റന്റിൽ കാരണം സൈമൾട്ടേനിയസ് ക്ലോക്ക് ആണ്. അപ്പൊ Q0 1 ആണ്. Q0 1 ആയ കാരണം അതാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഇത് 1ലേക്ക് തന്നെ നിൽക്കുന്നു. ഇനി അടുത്ത ആക്റ്റീവ് ക്ലോക്ക് വരുമ്പോൾ ഇവിടെ 0 ആണ്, അതുകൊണ്ട് അത് 0യിലേക്ക് പോയി. ഇനി അടുത്ത ക്ലോക്ക് വരുമ്പോൾ ഇവിടെ 1 ആണ്. സോ അതുകൊണ്ട് 1ലേക്ക് പോയി. സോ ഇതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ന്റെ ഔട്ട്പുട്ട്. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പ് 2ന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് 2ന്റെ ഇൻപുട്ട് Q1 ആണ്. സോ ഇനിഷ്യലി നോക്കുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0. സോ 0യിൽ തന്നെ നിന്നു. അടുത്ത ക്ലോക്ക് വന്നപ്പോൾ നോക്കി, അപ്പോഴും ഔട്ട്പുട്ട് അപ്പോഴും അതിന്റെ ഇൻപുട്ട് 0യിലാണ്. സോ അതിന്റെ ഔട്ട്പുട്ട് 0യിൽ തന്നെ നിന്നു. On third clock pulse, when it scans its input, അതിന്റെ ഇൻപുട്ട് നോക്കുമ്പോൾ ഇൻപുട്ട് 1ലേക്ക് പോയി. സോ അതുകൊണ്ട് അതിന്റെ ഔട്ട്പുട്ട് 1ലേക്ക് പോയി. അടുത്ത ക്ലോക്ക് പൾസിൽ നോക്കുമ്പോൾ അതിന്റെ ഇൻപുട്ട് 1ൽ തന്നെയാണ്. സോ അത് 1ൽ തന്നെ, ഔട്ട്പുട്ട് 1ൽ തന്നെ നിൽക്കുന്നു. അതിന്റെ അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ അത് ഇൻപുട്ട് നോക്കുന്നു, ഇൻപുട്ട് 0യിലായിരുന്നു, അതുകൊണ്ട് 0യിലേക്ക് പോയി. സോ likewise the output of each flip flop changes. So this is known as the timing diagram of a register or any circuit. With respect to clock and input, how the output changes. ഓരോ ടൈമിലും എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് വേവ് ഫോം ആയി കാണിക്കുന്നതിനെയാണ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ടൈമിംഗ് ഡയഗ്രാം ഓഫ് ദിസ് സർക്യൂട്ട്. ഓക്കെ, എനി ഡൗട്ട്? Any doubt or any further explanation you need? Clear ആയോ പറഞ്ഞത്? Clear ആയോ? Say yes or no. ആൻസർ ചെയ്യൂ. പറഞ്ഞത് ക്ലിയർ ആയോ ഇല്ലയോ? ഒന്നുകൂടി പറയണോ? ഷമീൽ ഒന്ന് ആൻസർ ചെയ്യൂ. ഒന്നുകൂടി പറയണോ വേണ്ടേ? ഷമീൽ, ആർ യു ദേർ? ഷമീൽ ഇല്ലേ? Shamil, Rishad or Shreyas, anyone answer? Is it clear or do you want any further explanation? ഒന്നുകൂടി പറയണോ വേണ്ടേ എന്നുള്ളതിനെ പറ്റി ആരെങ്കിലും? ഓക്കെ, അജീബാണ് റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ ആണ്. ഓക്കെ then ഇപ്പോൾ നമ്മൾ സീരിയൽ ഔട്ടാണ് പറഞ്ഞത്. ഇനി other types ഉണ്ട്. So before that we'll take attendance. ഒന്ന് പറഞ്ഞോളൂ നമ്പേഴ്സ്. Attendance number 1. Number 1. One miss.
2, 3, 4, 5. അഖിലില്ല. 6. 6%. ഓക്കെ. 7. 8, 9. Anvin. 9. 9 Anvin. 9. ഹലോ. യെസ്. ശരി. 10. 12 absent. 13. അർജുൻ. 13 ഉണ്ട്. ശരി. 15. 16. 17, ഓക്കെ. 18, 19. ധ്യാനില്ലേ? ഇല്ല. 20 ഇല്ല. വേഗമേ പറഞ്ഞോ. 21. 22. 22. 23. 22. K2. 23. ഓക്കെ. 24. ഓക്കെ. 25 ഇല്ല. 26. 27. 28. ഷമീൽ. 28. ഓക്കെ. 29. 30, 31, 32. 33, 34, ഓക്കെ. 35. 36. റോഷിത് പറയാൻ പറ്റും. 36. ഓക്കെ, പറയും. 37. 39. 40, 41. 42, സിദ്ധാർത്ഥ് പറഞ്ഞു. 43. 44. 47. 48. ഓക്കെ. ഓക്കെ. അതെങ്ങനെ 40 പേരെ കാണുന്നുണ്ട്? I'll read absentees once again. 5, 12, 20, 25, 26, 27. 20. പറഞ്ഞോ. 43. ഞാൻ ഈ ഇത് വായിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ട്? 26. ഓക്കെ. 26 പ്രസന്റ്. ആബ്സെന്റീസ് അഗെയിൻ ഒന്നും കൂടി ഇതോട്ട് 27, 43, 45, 46. ഓക്കെ. പിന്നെ 2 പേരും കൂടി ഉണ്ടല്ലോ പറയാത്തെ. ഓക്കെ. അപ്പോ ജസ്റ്റ് അടുത്ത സാധനം കൂടി ഞാൻ ഒന്ന് പറഞ്ഞു വെക്കട്ടെ. അപ്പോ ഈ വരച്ച പോലെ ഇതിപ്പോ 5 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ആണ്. ഇതുപോലെ നിങ്ങൾ 4 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ടൈമിംഗ് ഡയഗ്രം ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. 1010ന് നോക്കൂ. ഡേറ്റ ലൈൻ ഇതുപോലെ നിങ്ങൾക്ക് ഇൻ സിങ്ക്രണിസം വിത്ത് ദ ക്ലോക്ക് എന്ന് വെച്ചാൽ ക്ലോക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഇത് ചേഞ്ച് ചെയ്യണം എന്നാണ്. ഇൻ സിങ്ക്രണിസം ആവണമെന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഡേറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആക്റ്റീവ് ക്ലോക്ക് സൈക്കിളിൽ അത് പ്രസന്റ് ആയേ പറ്റൂ.
എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ ഡേറ്റ നോക്കൂ, ഇവിടുത്തെ ഡേറ്റ 11010 ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ 1 ഇവിടുന്ന് ആക്റ്റീവ് ആയെങ്കിലും നോക്കൂ, ഒരു ആക്റ്റീവ് ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞിട്ടാണ് അത് അടുത്ത 0യിലേക്ക് പോയത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ആക്റ്റീവ് ക്ലോക്ക് സൈക്കിൾ എന്ന് വെച്ചാൽ ഇവിടെ ക്ലോക്ക് എഡ്ജ് അത് കഴിയുന്നവരെ ആ ഡേറ്റ ഇൻപുട്ടിൽ പ്രസന്റ് ആയാൽ മാത്രമേ അത് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ആക്റ്റീവ് ക്ലോക്ക് പീരീഡ് കഴിയുന്നവരെങ്കിലും ആ സീരിയൽ ഇൻപുട്ട് ഡേറ്റ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിറ്റ് അടുത്തയിലേക്ക് പോകൂ. എന്ന് വെച്ചാൽ ഇവിടെ 1 ആയിരുന്നു, ഇത്രയും ഇവിടെ കഴിയുമ്പോൾ പിന്നെ ഡേറ്റ 0യിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 1 സ്റ്റോർ ചെയ്യപ്പെടില്ല. 10 എന്ന് പറഞ്ഞാൽ അത് പോവും. ഓക്കെ, അത് ഓർക്കണം. ദെൻ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ, സോ ഇതാണ് ആ സാധനം. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഡേറ്റ ഇടയിൽ നിന്ന് എടുക്കാൻ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. സീരിയലി ഇൻപുട്ട് ചെയ്യുക, സീരിയൽ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുക, അത്രേ ഓപ്ഷനുള്ളൂ. സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറഞ്ഞാൽ പാരലലി ഡേറ്റ എടുക്കുകയും ചെയ്യാം. അതാണ്. സോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, രണ്ടിൻ്റെയും തമ്മിൽ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ആവുമ്പോൾ ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഒരു സ്ഥലമേ ഉള്ളൂ, ഡേറ്റ അതുപോലെ സീരിയലി മാത്രമേ ഔട്ട്പുട്ട് ചെയ്യുള്ളൂ. സീരിയലി സീരിയൽ ഔട്ട്. ഇനി അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ 4 പോസിബിലിറ്റീസ് ഉണ്ട്. ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതനുസരിച്ചും ഡേറ്റ ഔട്ട്പുട്ട്. ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ തന്നെ സീരിയലി ഇൻപുട്ട് ചെയ്യാം, പാരലലി ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ സീരിയലി പാരലലി ഇൻപുട്ട് ചെയ്യാൻ തന്നെ, അതുപോലെ ഔട്ട്പുട്ട് ചെയ്യാനും 2 സീരിയൽ ഔട്ട് പാരലൽ ഔട്ട് പോസിബിൾ ആണ്. സോ ഓൾ ടുഗദർ ഇൻപുട്ട് ചെയ്യാൻ 2 പോസിബിലിറ്റി ഉണ്ട്, ഔട്ട്പുട്ട് ചെയ്യാൻ 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഓൾ ടുഗദർ 4 ഡിഫറെന്റ് കോമ്പിനേഷൻസ് വരും. അതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട് ആൻഡ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. അത്രയും ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. സോ ദ നെക്സ്റ്റ് ഇസ് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. ഇതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ. Data can be serially inputted. Data bits are entered serially as illustrated before. നേരത്തെ തന്നെ നമ്മൾ serial in serial out ൽ കാണും. Once the data are stored, the output of each stage is available on its output line. Once data stored, the output of each stage is available on its output line. മനസ്സിലായോ? ഡേറ്റ കംപ്ലീറ്റ് ആയി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഔട്ട്പുട്ടിൽ ആ ഡേറ്റ അവൈലബിൾ ആണ് ഔട്ട്പുട്ടിലേക്ക്. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ. ഇത് ഒരു 4-bit ഡേറ്റ, നേരത്തെ പോലെ 1010 സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. എത്ര ക്ലോക്ക് പൾസ് കഴിഞ്ഞാൽ ആ ഡേറ്റ നമുക്ക് പാരലലി ഔട്ട് ചെയ്യാൻ പറ്റും? How many clock pulses required to parallelly out a 4-bit data in a serial in parallel out shift register? ഇതാണ് എത്ര ക്ലോക്ക് പൾസ് കഴിഞ്ഞാൽ 1010 എന്ന ഡേറ്റ ഒരു 4-bit സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ പാരലൽ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആണ്. നോക്കട്ടെ എത്ര പേർക്ക് മനസ്സിലായി. ഇതൊന്ന് തെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ എന്തെങ്കിലും നിങ്ങൾ ഒരു ആൻസർ ടൈപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നിങ്ങൾ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് നമ്മൾ നോക്കി, അതിൽ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഇതുപോലെ 1010 എത്ര ക്ലോക്ക് പൾസ് വേണം ആ ഡേറ്റ കംപ്ലീറ്റ്ലി ആ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ആവാൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര ക്ലോക്ക് പൾസ് വേണം? എത്ര ക്ലോക്ക് പൾസ് വേണം? ടൈപ്പ് ചെയ്യൂ. ആൻസർ ഇല്ലേ? ഓക്കെ, നമുക്ക് ഇപ്പൊ നിങ്ങൾ വരച്ചെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊന്നും കൂടെ നോക്കൂ.
അപ്പൊ ടൈമിംഗ് ഡയഗ്രാം ഒക്കെ വരച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. അത് വരച്ച് തന്നെ നോക്കണം കേട്ടോ. വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾ അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരിക്കലും മറക്കില്ല. നിങ്ങൾ ഈ അക്ഷരം എഴുതി പഠിച്ച് ഇപ്പോൾ അത് മനസ്സിലിരിക്കുന്ന പോലെ ഇതായിട്ട് തോന്നും. സിമ്പിൾ ആണ്, അത് എഴുതി നോക്കൂ. പിന്നെ ഒരു ചെറിയ ഹോംവർക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്, അത് ചെയ്യണം കേട്ടോ. ഓക്കെ, വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, Shreyas.